പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയോടൊന്നിച്ച് കുരിശിന്റെ മുൻപിൽ വണങ്ങുകയും കുരിശിനെ ഹൃദയപൂർവ്വം ജീവിതത്തിന്റെ രക്ഷയുടെ അടയാളമായി വീണ്ടും ഏറ്റുപറയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ദിവസമാണ്. വിശുദ്ധ കുരിശിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന്റെ അനുഗ്രഹീതമായ തുടക്കം ഈ കുരിശിന്റെ വഴിയോട് ചേർത്ത് ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹീതരാകാം. വിശുദ്ധ കുരിശിന്റെ അടയാളവും കുരിശിന്റെ പ്രസക്തിയും വിശദമായി അഭിമന്യ ആർച്ച് ബിഷപ്പ് നെറ്റോ പിതാവ് ഇതിന്റെ സമാപനത്തിൽ നൽകുന്നു. നാം ഈ കുരിശിന്റെ വഴിയെ യാത്ര ആരംഭിക്കുമ്പോൾ പ്രാരംഭമായി ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ പങ്കുവെക്കുക മാത്രമാണ് എൻ്റെ നിയോഗം. തുടക്കക്കാരന് കുരിശ് ഒരു മതചിഹ്നമാണ്. എല്ലാ മതങ്ങൾക്കും അതിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതക്രമത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നവർക്ക് പ്രാരംഭമായി കാണാൻ കഴിയുന്ന അടയാളം ഇത് കുരിശാണ്. എന്നാൽ ഈ കുരിശ് വളർച്ച പ്രാപിക്കുന്നതാണ് ഒരുവന്റെ ക്രിസ്തീയ ആധ്യാത്മികത അളക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഘടകം. നേരെയും കുറുകയും വെച്ച് കെട്ടിയിരുന്ന രണ്ട് തടിക്കഷണങ്ങൾ തങ്ങളുടെ രക്ഷയുടെ അടയാളമാണെന്ന് ലോകത്തോട് പറയുവാൻ പര്യാപ്തമാകും വിധം ഈ കുരിശിന് എന്തോ വളർച്ചയുണ്ടായി. കുറ്റവാളികളെന്നല്ല, 4 പേരറിഞ്ഞ് വധിക്കപ്പെടണം, ഉയർന്ന മലയിൽ ക്രൂശിക്കപ്പെടണം എന്ന് അക്കാലത്തെ ഒരു പതിവ് നടപ്പനുസരിച്ച് ബറാബാസിനെ വിട്ടയച്ച് നീതിമാനെ കുരിശിലേറ്റിയ അക്കാലം. നീതിമാനെ കുരിശിലേറ്റുമ്പോൾ മുതൽ ഈ 2 തടിക്കഷ്ണങ്ങൾക്ക് ഒരു പുതിയ കഥ പറയുന്നതിന് വഴിയൊരുങ്ങുകയാണ്. പരിഹാസത്തിന്റെയും നിന്ദ്യമായ കുരിശുമരണത്തിന്റെയും കഥകൾ മാത്രം പറഞ്ഞിരുന്ന കുരിശ് രക്ഷയുടെ അടയാളമായി രൂപാന്തരപ്പെടുകയാണ്. കഴിവിലേറ്റുന്നതിന് മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു തടിക്കഷണമായിരുന്നു എന്നും കുരിശെങ്കിൽ നാം ഈ ദേവാലയത്തിന്റെ മുൻപിൽ കുരിശിന്റെ വഴി നടത്തുവാൻ ഒരിക്കലും വരുമായിരുന്നില്ല. മലങ്കര ആരാധനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് കുരിശിന്റെ മുൻപിൽ കുമ്പിടുന്ന ഒരു പതിവുണ്ട്. ഞങ്ങൾക്കതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായി ഞങ്ങൾ കുമ്പിടുന്നു. കുരിശിന്റെ മുമ്പിൽ വണങ്ങുന്നത്, കുരിശ് ധരിക്കുന്നത്, കുരിശ് സ്വീകരിക്കുന്നത് രക്ഷയുടെ അടയാളമായിട്ടാണ്. അവൻ ചുമന്നുകൊണ്ടുപോകുന്നതിന് ഭാരമേറിയ കുരിശ് അവന്റെ മേൽ വച്ചുകെട്ടപ്പെടാം.
അതിനെ സ്വീകരിച്ച കർത്താവ്, ആ കർത്താവിനോടൊപ്പം നാം ക്രൂശിൽ കാണുന്നത് ഒരു ക്രൂശിതനെയാണ്. തടിക്കഷണമായി വന്നത് ക്രൂശിതനായി മാറുന്ന അത്ഭുതകരമായ ഒരടയാളം. അത് സ്വർഗം ഏറ്റെടുത്ത് കഴിഞ്ഞു. സ്വർഗം അതിന് രൂപാന്തരീകരണം നൽകും. വേദന ഏറ്റെടുക്കാതെ കുരിശിനെ പ്രാപിക്കുന്നതിന് സാധ്യമല്ല. നാം ഈ വെള്ളിയാഴ്ചയിൽ കർത്താവിന്റെ കുരിശും വഹിച്ചുകൊണ്ടാണ് ഈ തലസ്ഥാന നഗരിയിലെ ഈ രാജവീഥിയിൽ നാം യേശുമിശിഹായെ ആരാധിക്കുന്നത്. നമ്മുടെ മതത്തിന്റെ ഒരടയാളം എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ രക്ഷയുടെ ചിഹ്നമായി നാം ക്രൂശിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുമിശിഹായെ, നിന്നെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശുമായി നീങ്ങുകയാണ്. കുരിശ് രക്ഷയുടെ അടയാളമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. കുരിശ് വരയ്ക്കുമ്പോഴും കുരിശിനാൽ അനുഗ്രഹിക്കപ്പെടുമ്പോഴും കുരിശ് ബഹുമാനിക്കപ്പെടുമ്പോഴും നാം ഓർക്കുക, ബഹുമാനിക്കപ്പെടുന്നത് ക്രൂശിതനാണ്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ് രക്ഷ നമുക്ക് നൽകുക. അത്രത്തോളം രൂപാന്തരീകരണം സംഭവിച്ച അത്ഭുതകരമായ ഒരു കഥയാണ് കുരിശിന് പറയുവാനുള്ളത്. നമുക്ക് കുരിശുമായി നമ്മുടെ ജീവിതയാത്ര തുടരാം. ക്രൂശ് ബഹുമാനിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും രക്ഷയുടെ അടയാളമായി സ്വീകരിക്കപ്പെടുന്നതും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മതചിഹ്നമായി ക്രൂശിനെ കാണുന്നവർ അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ നിൽക്കും. രക്ഷയുടെ അടയാളമായി ക്രൂശിനെ സ്വീകരിക്കുന്നവർ രക്ഷിതനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെട്ട അനുഭവത്തിൽ സ്ഥിരീകരിക്കപ്പെടും. നാം ജീവിക്കുന്ന വർത്തമാനകാലത്തേക്ക് കുരിശുമായി നാം മുൻപോട്ട് നീങ്ങുകയാണ്. ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നവരും അർത്ഥം തമസ്കരിക്കുന്നവരും നിരാകരിക്കുന്നവരുമായ ആളുകളുടെ മധ്യേയാണ് ഒരു കാലത്തെ പരിഹാസത്തിന്റെ അടയാളമായി മാത്രം കരുതിയിരുന്ന ക്രൂശുമായി നാം മുൻപോട്ട് നീങ്ങുക. മതചിഹ്നമായിട്ടല്ല നാം ഈ കുരിശിനെ വഹിക്കുക, രക്ഷയുടെ അടയാളമായിട്ടാണ്. രക്ഷ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ വലിയ അടയാളമാണ്. നീ എന്നോടൊപ്പം പറുദീസയിൽ ആയിരിക്കും. ക്രൂശ് സംസാരിക്കുന്നുണ്ട്. വലതുവശത്തെ കള്ളനോട് ക്രൂശ് സംസാരിച്ചു, നീ എന്നോടൊപ്പം ഇന്ന് പറുദീസയിലായിരിക്കും. ക്രൂശ് നിശ്ചലമായി തൂക്കിയിടപ്പെട്ട ഒരടയാളമല്ല. കുരിശ് മുകളിലേക്കും താഴേക്കും പാർശ്വങ്ങളിലേക്കും നിരന്തരമായി സംവേദിക്കുന്ന രക്ഷയുടെ അടയാളമായ സ്ലീവായാണ്. ഈ കുരിശിന്റെ പിന്നാലെ നമുക്ക് യാത്ര തുടരാം. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ജീവിതത്തിന്റെ ക്ലേശങ്ങൾ ഏതുമാകട്ടെ,
ക്രൂശിതനായ യേശു ക്രിസ്തുവിന് പരിഹരിക്കുവാനാവാത്തതൊന്നും ഇവിടെ അവശേഷിച്ചിട്ടില്ല. സർവ്വതിനെയും ക്രൂശിലേക്ക് സ്വീകരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ക്രൈസ്തവർ എന്ന നിലയിൽ മാത്രമല്ല, ദൈവജനം മുഴുവൻ ക്രൂശിൽ സ്വീകരിക്കപ്പെടുകയാണ്. ക്രൂശിനെ മാനിക്കുന്നതിനും ക്രൂശ് ബഹുമാനിക്കപ്പെടുന്നതിനും ക്രൈസ്തവർ ജാഗരൂകത പാലിക്കണം. ഇത് രക്ഷയുടെ അടയാളമായി നാം അതിനെ കരുതണം. ക്രൂശിനെ മാനിക്കുന്നതിന് ചുറ്റും നിൽക്കുന്നവർ ജാഗ്രത പുലർത്തണം. ഒരു വിശ്വാസത്തിന്റെ മതാനുയായികളുടെ എണ്ണം നോക്കിയല്ല, ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതകരമായ കുരിശിന്റെ വളർച്ചയെ നോക്കി അതിനെ മാനിക്കുവാൻ സമൂഹത്തിന് കഴിയണം. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ വഴിയെ നമ്മുടെ യാത്ര തുടരുമ്പോൾ ഈ ക്രൂശ് ഗോകുൽത്തായിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു കാഴ്ചയിലല്ല ക്രൂശിന്റെ വഴി അവസാനിക്കുക. ഈ ക്രൂശ് വീണ്ടും മഹത്വത്തിന്റെ കഥ പറയുന്നതിന് ഖബർ ഭേദിച്ച് ഉദ്ധിതനോടൊപ്പം ക്രൂശ് ഉയർന്നു നിൽക്കുമ്പോ ഓർക്കുക, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യാതനകളുടെ മാത്രം കഥ പറയുന്ന, ക്ലേശത്തിന്റെ മാത്രം കഥ പറയുന്ന ഒരു കുരിശിന്റെ മുൻപിലല്ല, രക്ഷയുടെ അടയാളമായ കുരിശിന്റെ മുമ്പിൽ നമുക്ക് ആരംഭിക്കാം, ചേർന്ന് നിൽക്കാം, യാത്ര തുടരാം. കുരിശിന്റെ മഹത്വം ദൈവം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഈ വഴി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത് കുരിശിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ തുടച്ചു നീക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് രക്ഷയുടെ അടയാളമായ കുരിശ് പ്രത്യാശ നൽകട്ടെ. ബുദ്ധി നശിച്ചുപോയ, ആലോചന ശക്തി പാടെ ഇല്ലാതായി പോകുന്ന, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാം ഇന്ന് കുരിശിന്റെ വഴി നടത്തുമ്പോ ഈ പൊതുസമൂഹത്തിന്റെ ഈ വേദന നമ്മുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. ഒരു സംവിധാനം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യാശയിൽ മുൻപോട്ട് പോകുന്നതിന് രക്ഷയുടെ അടയാളമായി കുരിശ് നമുക്ക് ശക്തി നൽകട്ടെ. എല്ലാവരെയും ക്രൂശിതൻ ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനായ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. God bless you all.